വിറകടുപ്പിൽ തന്നെ നാടൻ രീതിയിൽ ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് അന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ബീഫ് ബിരിയാണിയാണ്. അതിനായിട്ട് ബിരിയാണി ചെമ്പെടുക്കുക. അതിനകത്തേക്ക് 3 കിലോ ബീഫ്, 4 വലിയ സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 3 വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചെമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം മല്ലിയില, പുതിനയില അരിഞ്ഞത് ഓരോ പിടി വീതം ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫിനകത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്ന തരത്തിൽ വേണം കൈവച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് തൈര് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 മുഴുവൻ ലെമണും പിന്നെ ഒരു ഹാഫ് പോർഷനും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അത്രയും ലെമണിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ഒരു മസാല കംപ്ലീറ്റ് ഇതിനകത്തേക്ക് പിടിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് കയറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന റൈസ് നമ്മൾ 3 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 കിലോ റൈസാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ 2 കിലോ റൈസ് സാധാരണ നമ്മൾ ഗീ റൈസ് വെക്കുന്ന പോലെ തന്നെ കേട്ടോ. ഞാൻ സാധാരണ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഗീ റൈസിൻ്റെ ഒരുപാട് റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഗീ റൈസ് റെഡിയാക്കി എടുക്കുക. പിന്നെ ഫ്രൈഡ് ഓനിയൻ, ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, പിന്നെ മല്ലിയില, പുതിനയില, അതിലേക്ക് അല്പം ഗരം മസാല എല്ലാം ഇട്ട് ദം ചെയ്യാൻ എളുപ്പത്തിന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് പാലും നെയ്യും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നമ്മൾ ഒരു ലിക്വിഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബീഫ് 3/4 വേവാവുന്ന സമയത്ത് അതിന് മുകളിലേക്ക് നമ്മളുടെ നെയ്ച്ചോറ് റെഡിയായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറ് 3/4 പരുവത്തിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ദമ്മിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാലും മഞ്ഞൾ ചേർത്ത് വെച്ചിട്ടുള്ളതും കൂടെ ഇടയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ദമ്മിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മളുടെ ഈ ഒരു ബിരിയാണി ചെമ്പിൻ്റെ അടപ്പ് എടുത്ത് അതിന് മുകളിലേക്കായിട്ട് മൈദ ഒട്ടിച്ചിട്ട് അതാണ് നമ്മളിതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സീൽ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി കനൽ മുഴുവനായിട്ട് കോരിയെടുത്ത് ഈ ഒരു ബിരിയാണി ചെമ്പിന് മുകളിൽ ഇട്ട് കൊടുത്ത് ഭാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കനം കയറ്റി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇടികല്ലാണ് കയറ്റി വെച്ചിട്ടുള്ളത്. 20 മിനിറ്റ് ദമ്മിട്ടതിന് ശേഷം പിന്നീട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ ബിരിയാണി മസാലയുടെ റെസിപ്പി നമ്മൾ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആ ഒരു ബിരിയാണി മസാല വെച്ചിട്ട് ഇതുപോലെ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഉറപ്പ് തരാണ്. നമ്മൾ റൈസ് മുഴുവൻ കോരി മാറ്റി ഒരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയും ബീഫും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ സെർവ് ചെയ്യാറ് കേട്ടോ. ചിലയിടങ്ങളിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാറ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ബീഫും പിന്നെ കുറച്ച് റൈസും ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക് യു.